നമ്മളാരും ഡോക്ടറല്ലല്ലോ. വിധി എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. ജീവനുണ്ടെങ്കിൽ അമ്മോ, കർത്താവേ, ഈ കുട്ടിയുടെ ബോധവും പോയോ? ഇതിപ്പോൾ രണ്ടും കൂടി എൻ്റെ തലയിലാവോ? ജയ്യൊന്ന് പകച്ചു. പിന്നെ കടന്നുപോയ മണിക്കൂറുകൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 24 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. ജീവനുണ്ടല്ലേ? എന്തിനാ മോളെ അത്രയും സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുന്നേ? പറ്റിപ്പോയതാ. ഒരു ജീവനാ മോളെ. ഇപ്പോഴും അവളുടെ ശരീരത്തിൽ നിന്ന് ആ വിറയൽ മാറിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അല്ല, പോലീസ് കേസായാൽ? അതുകൊണ്ട് തന്നെയാണ് പറയണ്ടെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞാൽ മതി. മോളിത് വീട്ടിൽ പറയാൻ നിൽക്കണ്ട. അവരാദ്യം ഭയങ്കര ബഹളമൊക്കെ വെച്ചു. ഏയ്, കരയില്ലേ? ദേ, ആൾക്കാരെ ശ്രദ്ധിക്കൂ കേട്ടോ, വെറുതെ കരയല്ലേ. വാ, ഞാനും കൂടെയുണ്ട്. നമുക്ക് വേണ്ട, എനിക്ക് പേടിയാവുന്നു, ഞാൻ സംസാരിക്കില്ല. എന്ത് പറയുന്നു എന്ന് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗം ഉടൻ വരും.